ആസ്ക് യുവർ മെന്ററിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബേസിക് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്. ഒറിജിൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ ട്രാൻസാക്ഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ട്രാൻസാക്ഷൻ? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഈവന്റ് ആണ്. അതിന് അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അത് വെറും ഒരു ഈവന്റ് മാത്രമായിരിക്കും, വെറും ഒരു ബിസിനസ് ആക്ടിവിറ്റി മാത്രമായിരിക്കും. അതല്ലാതെ ഒരു ട്രാൻസാക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എവറി ബിസിനസ് ആക്ടിവിറ്റി ഈസ് നോട്ട് ആൻ അക്കൗണ്ടിങ് ആക്ടിവിറ്റി. ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റികളും അക്കൗണ്ടിങ് ആക്ടിവിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വൈ എവറി ആക്ടിവിറ്റി ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്. ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റികളും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നില്ല. കാരണം പണപരമായിട്ട് പണത്തിന് മൂല്യമുള്ള മണി ഓർ മണീസ് വെർത്ത് വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് തന്നെ. അത്തരത്തിലുള്ള ഈവന്റുകളെ, അത്തരത്തിലുള്ള ആക്ടിവിറ്റികളെ മാത്രമാണ് ട്രാൻസാക്ഷൻ എന്ന് പറയാൻ സാധിക്കുള്ളൂ. ട്രാൻസാക്ഷൻ ഈസ് ആൻ ഈവന്റ് ഇൻ വിച്ച് ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ഓണർ. അതാണ് കൃത്യമായിട്ട് എന്താണ് ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത്. ട്രാൻസാക്ഷൻ ഈസ് ആൻ ഈവന്റ്. ട്രാൻസാക്ഷൻ ഒരു ഈവന്റ് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾ ഈവന്റ് ആർ നോട്ട് ട്രാൻസാക്ഷൻ ബട്ട് എവറി ട്രാൻസാക്ഷൻസ് ആർ ഈവന്റ് എന്നൊരു കോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു ഈവന്റ് ആണ്, പക്ഷെ എല്ലാ ഈവന്റുകളും ട്രാൻസാക്ഷൻ ആവുന്നില്ല, എല്ലാ ബിസിനസ് ആക്ടിവിറ്റികളും ട്രാൻസാക്ഷൻ ആവുന്നില്ല. സോ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഈവന്റ് ആണ്. ദാറ്റ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത് ബിറ്റ്വീൻ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ ആയിട്ടോ നമ്മൾ പണമോ പണത്തിന് മൂല്യമുള്ള എന്ത് എക്സ്ചേഞ്ച് ചെയ്താലും അതിനെ നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അതൊരു ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഇസ് ഈക്വൽ ടു ആക്ഷൻ പ്ലസ് മണി. ആക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇടപാട്. ഓക്കെ, അത് പ്ലസ് മണി ആണെങ്കിൽ അത് നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഒന്നാമത്തത് ഫിനാൻഷ്യൽ ഇൻ നേച്ചർ. അത് ഫിനാൻഷ്യൽ ക്യാരക്ടറിലായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തെ പറയുകയാണ് സപ്പോർട്ടഡ് ബൈ ഡോക്യുമെന്ററി എവിഡൻസ്. ഓക്കെ, ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻസും നമ്മൾ ബിസിനസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തണമെങ്കിലും അതിന് സപ്പോർട്ടീവായിട്ട് ഒരു ഡോക്യുമെന്ററി എവിഡൻസ്, ബില്ലോ വൗച്ചറോ ക്യാഷ് ബില്ലോ ഒക്കെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതൊരു എവിഡൻസ്, ഒരു തെളിവ് നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മളിത് റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ മൂന്നാമത്തത് ദേ ആർ എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ആൻഡ് മോണിറ്ററി ടേംസ്. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പണത്തിന് തുല്യമായ മൂല്യമുള്ള എക്സ്ചേഞ്ചുകളെയാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. സോ ഇറ്റ്സ് ന്യൂമറിക്കൽ ആണ്. പിന്നെ പറയാണ് ദേ കോസ് ആൻഡ് എഫക്റ്റീവ് ഓൺ അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ ആൻഡ് എക്സ്പെൻസസ്. അസറ്റിനെയും ലയബിലിറ്റീസിനെയും ക്യാപിറ്റലും റവന്യൂവിനെ എക്സ്പെൻസസിനെ ഒക്കെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് ജേണലാക്കി, ലെഡ്ജറാക്കി, ട്രയൽ ബാലൻസ് ആക്കി, എന്നിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റുകളെ കുറിച്ച് എഴുതുന്നു, ലയബിലിറ്റീസിനെ കുറിച്ച് എഴുതുന്നു, അതുപോലെ തന്നെ ക്യാപിറ്റൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്, എക്സ്പെൻസസും ഇൻകോ ഇവിടെ കാണിക്കുന്നു, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും കാണിക്കുന്നു. സോ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താൽ അതിന്റെ അനന്തര ഫലമാണ് ഈ പറയുന്ന അക്കൗണ്ടുകളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നത്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ. സോ ഇതെല്ലാത്തിനും എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് 3 തരത്തിലുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻസ് അതെന്താ ഉദ്ദേശിക്കുന്നത്? ക്യാഷ്, അതായത് ഒരു ഇമ്മീഡിയറ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ റെസീപ്റ്റ് ഓഫ് ക്യാഷ് അവിടെ ഉണ്ടാവും. ഏതൊരു ട്രാൻസാക്ഷനും ക്യാഷ് ഇൻവോൾവ് ആണെങ്കിൽ, അതായത് ക്യാഷിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അതായത് ഒരു ഗുഡ്സ് സെയിൽ ചെയ്തു, നമ്മൾ റൊക്കം തന്നെ ക്യാഷ് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അപ്പൊ നമ്മൾ ക്യാഷ് കൊടുക്കുന്നു. എന്തുമായിക്കോട്ടെ, സ്റ്റേഷനറി വാങ്ങി, അതല്ലെങ്കിൽ മെഷീനറി വാങ്ങി, എന്ത് വാങ്ങിയാലും എന്ത് വിറ്റാലും നമുക്ക് ഉടനടി ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. ഇനി അടുത്തതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. കടമായിട്ട് വാങ്ങുന്ന ട്രാൻസാക്ഷൻ. കടമായിട്ട് വാങ്ങുന്നതും കടമായിട്ട് കൊടുക്കുന്നതുമായിട്ടുള്ള ട്രാൻസാക്ഷൻ. അപ്പൊ അവിടെ എന്തുണ്ട്? അത് ഭാവിയിലേക്കാണ് പേയ്മെന്റ് കൊടുക്കുക. ദ സെറ്റിൽമെന്റ് ഓഫ് പേയ്മെന്റ് ഓർ റെസിപ്റ്റ് ഈസ് ഡൺ ഓൺ ഫ്യൂച്ചർ. അത് ഭാവിയിൽ അല്ലെങ്കിൽ പിന്നീടായിരിക്കും അതിന്റെ പേയ്മെന്റോ അല്ലെങ്കിൽ റെസിപ്റ്റോ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഗുഡ്സ് സെയിൽഡ് ഓൺ ക്രെഡിറ്റ്, ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്, ഇതൊക്കെ എന്താണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷന് ഉദാഹരണങ്ങളാണ്. അടുത്തതുണ്ട് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഉണ്ടോ, ക്യാഷ് നടക്കാം, ക്യാഷും റൊക്കം നമുക്ക് കൊടുക്കാം, അതുപോലെ തന്നെ കടമായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. അപ്പോൾ
ഇതെന്താണ്? നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ബിസിനസ്സിൽ അതായത് ക്യാഷിന്റെ പ്രസൻസ് ഇല്ലാത്ത ട്രാൻസാക്ഷൻ ഉണ്ട്. അതായത് ഒരു ഇമ്മീഡിയറ്റ് പേയ്മെന്റോ അല്ലെങ്കിൽ പിന്നീട് നമ്മൾ കൊടുക്കുന്നതോ ആയിട്ടോ ഇവിടെ വരുന്നില്ല. ഉദാഹരണങ്ങളാണ് ഡിപ്രീസിയേഷൻ, റിട്ടേൺ ഓഫ് ഗുഡ്സ് എക്സെട്ര. അതായത് തേയ്മാനം, ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മളൊരു മെഷീനറി വാങ്ങി 1,00,000 രൂപ നമ്മൾ മുടക്കി, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അതിന് 90,000 രൂപയെ മൂല്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ 10,000 രൂപ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ക്യാഷ് നമ്മൾ കൊടുക്കുവോ വാങ്ങുമോ അല്ലെങ്കിൽ പിന്നീട് തരാമെന്നോ പിന്നീട് വാങ്ങാമെന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ നമുക്കൊരു ലോസ്, ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും എന്താണ്? ഒരു നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ, പർച്ചേസ് റിട്ടേണും സെയിൽ റിട്ടേൺ ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ്? അവിടെ ക്യാഷ് വരുന്നില്ല, പക്ഷെ അതിന് മൂല്യമായിട്ടുള്ള ഗുഡ്സ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുമുണ്ട്, അല്ലെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോൺ ക്യാഷ് ട്രാൻസാക്ഷന് ഉദാഹരണങ്ങളാണ്. അടുത്ത നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് പോവാണ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആസ്പെക്ട്, ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഏതെങ്കിലും ഒരു ആസ്പെക്ട് നമ്മൾ എഴുതുന്നതിനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺലി വൺ ആസ്പെക്ട്, അതായത് എയ്തർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എന്നുള്ളതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. കൂടുതലായിട്ടും ചെറിയ ചെറിയ ഫേം ഒക്കെ ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. കാരണം അവർക്ക് വലിയ പ്രോഫിറ്റോ അല്ലെങ്കിൽ ആസ്തികളോ ഒന്നും കാണിക്കാനില്ല. അപ്പോൾ ട്രയൽ ബാലൻസോ പ്രോഫിറ്റ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റോ ഒന്നും പ്രിപ്പയർ ചെയ്യാണ്ടാത്ത കമ്പനികളാണെങ്കിൽ, ചെറുകിട ഫേമുകളൊക്കെ ആണെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അവർക്ക് എത്രയാണ് ക്യാഷ് ബാലൻസ് എന്നൊക്കെ അറിഞ്ഞാൽ മതി, കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയണ്ട. വൻകിട കമ്പനികളാണെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇവിടെ എന്തുണ്ട്? 2 ആസ്പെക്റ്റുകൾ റെക്കോർഡ് ചെയ്യുന്നു. ഉണ്ടോ? ഹാവിംഗ് 2 ഫണ്ടമെന്റൽ ആസ്പെക്ട്സ്, വൺ ഇൻവോൾവിംഗ് ദ റിസീപ്റ്റ് ഓഫ് എ ബെനിഫിറ്റ് ആൻഡ് അതർ ഇൻവോൾവിംഗ് ഗിവിംഗ് ദ ബെനിഫിറ്റ്. ബട്ട് ഈ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ആസ്പെക്റ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും. അതായത് ഒന്ന് റിസീവിംഗ് ബെനിഫിറ്റ് ആസ്പെക്റ്റും ഒന്ന് ഗിവിംഗ് ബെനിഫിറ്റ് ആസ്പെക്റ്റും. ഓക്കെ, നമ്മളൊരു ബെനിഫിറ്റ് സ്വീകരിക്കണമെങ്കിൽ നമ്മളൊരു ബെനിഫിറ്റ് കൊടുക്കണം എന്നാ പറയാ. ഒരു മെഷീനറി വാങ്ങുകയാണ്, മെഷീനറി വാങ്ങുമ്പോൾ മെഷീനറി നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അതിന് പൈസ കൊടുക്കണം. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന ബെനിഫിറ്റ് മറ്റ് വ്യക്തിയിലേക്ക്, അതായത് നമ്മൾ ആരിൽ നിന്നാണോ വാങ്ങിയത് അവരിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ മെഷീനറി എന്ന് പറഞ്ഞ ബെനിഫിറ്റ് നമുക്ക് കിട്ടി, ക്യാഷ് എന്ന ബെനിഫിറ്റ് നമ്മൾ കൊടുത്തു. ഇതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. സോ അവിടെ ഡെബിറ്റും ക്രെഡിറ്റുമായിട്ട് നമ്മൾ വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. ഈ ഡെബിറ്റിന് നമ്മൾ DR എന്നും ക്രെഡിറ്റിന് നമ്മൾ CR എന്ന് പറഞ്ഞ അബ്രിവേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ് ചെയ്യുന്ന വഴി നമുക്ക് ട്രയൽ ബാലൻസും ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അത് പോസിബിൾ ആയിരുന്നില്ല. ഓക്കെ, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ തെറ്റ് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ 2 സൈഡും എഴുതുന്നതുകൊണ്ട് നമ്മുടെ അക്യുറേറ്റ്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൃത്യമാകാൻ കൂടുതൽ ചാൻസ് ആണ്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. നമുക്ക് ഇവിടെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കാം. ഉണ്ടോ? ഇവിടെ ഫസ്റ്റ് പറയാണ് ട്രയൽ ബാലൻസ് ക്യാൻ ബി ഡ്രോൺ. നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് ആക്കി പറയുന്നത്. രണ്ടാമത് പറയാണ് ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട്. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട് നമുക്ക് ഈ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസോ നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് ലോസോ എത്രയാണെന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മൂന്നാമത് പറയാണ് ആസ് ഓൾ ദ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആസ് വെൽ ആസ് റിയൽ അക്കൗണ്ട്സ് ആർ കെപ്റ്റ്, ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എല്ലാ ഡെപ്റ്റേഴ്സും എല്ലാ ക്രെഡിറ്റേഴ്സും എല്ലാ റിയൽ അക്കൗണ്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വഴി നമുക്ക് ഇതിൽ നിന്നും എത്ര ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി പറയാണ് ട്രാൻസാക്ഷൻസ് ബീയിങ് റെക്കോർഡഡ് ഇൻ ദ മോസ്റ്റ് സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് വേ. അപ്പൊ ഇതൊക്കെ ഒരു അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ് അല്ലെങ്കിൽ ഒരു ആർട്ടാണ്. കാരണം നമ്മളൊരു സിസ്റ്റമാറ്റിക് മെത്തേഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും ബിസിനസ്സുകൾക്ക് റിലൈ ചെയ്യാൻ പറ്റുന്ന വാല്യബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക. ഇറ്റ് പ്രിവെന്റ്സ് ഫ്രോഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു അക്കൗണ്ടന്റിന് ഒരിക്കലും ഒരു ഫ്രോഡ് നടത്താനും പറ്റില്ല. ആൾട്ടറേഷനോ അങ്ങനെയുള്ള തരികിട പരിപാടികളൊക്കെ ഒപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്ന വഴി. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ കാണിക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രോഡ്സ് ഒന്നും കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഇനേബിൾസ് ട്രേഡർ ടു കമ്പയർ ദ ഡിഫറെന്റ് ഐറ്റംസ്. അടുത്തൊരു അഡ്വാൻറ്റേജ് പറയാണ് ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ട്രേഡർക്ക് അല്ലെങ്കിൽ അതിന്റെ ഓണർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രയാണ് സെയിൽസ്, എത്രയാണ് പർച്ചേസ് നടന്നിരിക്കുന്നത്, എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് കറണ്ട് ഇയറും പ്രിസീഡിംഗ് ഇയറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആക്കി പറയുന്നത്. ഓക്കെ, അപ്പം
നമുക്കിവിടെ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു 5 വർഷത്തെയൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കമ്പനിക്ക് എത്രയാണ് സെയിൽസ് കൂടുതലാണോ, അതുപോലെ തന്നെ പർച്ചേസ് കൂടുതലാണോ, സ്റ്റോക്ക് കൂടുന്നുണ്ടോ, ഓക്കെ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെ മാത്രമേ നമുക്ക് പോസിബിൾ ആവുള്ളൂ. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്കിത് കിട്ടില്ല. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് പോരായ്മകൾ പറയുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ ഡബിൾ എൻട്രി സിസ്റ്റം, പോരായ്മകളുണ്ട്. ഇത് ചെറിയ ഫേമിന് ഇത് പ്രാക്ടിക്കബിൾ അല്ല. ചെറിയ ഫേം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറുകിട ഫേമുകൾക്ക് ഇത് ഡബിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിനൊരു അക്കൗണ്ടന്റിനൊക്കെ വെക്കണം ആ രീതിയിൽ. ഓക്കെ, ഇനി രണ്ടാമത് പറയാണ്, ദ സിസ്റ്റം ഈസ് കോസ്റ്റ്ലി ബിക്കോസ് എ നമ്പർ ഓഫ് റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻഡ്. ഈ ഒരു സിസ്റ്റം എന്താണ്, കോസ്റ്റ്ലി ആണ്. കാരണം ഒരുപാട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ വെക്കണം, ജേണൽ വെക്കണം, ലെഡ്ജർ വെക്കണം. ഇതൊക്കെ എന്താണ്, ഒരുപാട് ബുക്കുകൾ വാങ്ങണം, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അത് ചെലവേറിയ ഒരു സിസ്റ്റമാണ് പറയുന്നത്. ഇനി പറയാണ്, ദർ ഈസ് നോ ഗ്യാരണ്ടി ഓഫ് അബ്സല്യൂട്ട് അക്യുറസി. ഈവൻ ഇഫ് നമ്മൾ ഇങ്ങനെ ഒരു ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിലും നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം ഇത് കറക്റ്റ് ആണ്, അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മൾ ചെയ്ത എൻട്രികളൊക്കെ ശരിയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഹ്യൂമൻ എറേഴ്സ് എന്തായാലും എവിടെ വേണമെങ്കിലും വരാം. അപ്പൊ അതുകൊണ്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും, ജേണലും ലെഡ്ജറൊക്കെ ശരിയാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു അബ്സല്യൂട്ട് അക്യുറസി എന്നൊന്നും പറയാൻ പറ്റില്ല, തെറ്റുകൾ വരാം. ഇനി അടുത്തത് അക്കൗണ്ട് എന്താന്നുള്ളതാണ്. അക്കൗണ്ട് നമുക്കറിയാലോ, അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് റെക്കോർഡ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ അസറ്റ്, ലയബിലിറ്റീസ്, എക്സ്പെൻസ്, ഇൻകം, ഇക്വിറ്റീസ് എക്സെട്ര. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന എല്ലാ ട്രാൻസാക്ഷന്റെയും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനൊരു സെപ്പറേറ്റ് റെക്കോർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ സിമിലർ ട്രാൻസാക്ഷൻ, അതിന്റെ ഹോമോജിനിറ്റി നേച്ചർ അനുസരിച്ച് നമ്മൾ എല്ലാ ട്രാൻസാക്ഷനെയും ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, സിമിലർ ട്രാൻസാക്ഷൻസ് ഒക്കെ, ക്യാഷിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടും, ക്രെഡിറ്റിന് നടന്നതൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടും, അസറ്റിന്റെ നമ്മൾ ഒരുമിച്ച് കൂട്ടും, ലയബിലിറ്റീസ്, എക്സ്പെൻസ്, ഇൻകം, ഇങ്ങനെ എല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നതിനെ നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ പറയാണ് ഇറ്റ് ഈസ് എ പ്ലേസ് വേർ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, ഇറ്റ് ഈസ് എ പ്ലേസ് വേർ സിമിലർ ട്രാൻസാക്ഷൻസ് വിച്ച് ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് എ പീരീഡ് ആർ സമ്മറൈസ്ഡ് ആൻഡ് അക്യുമുലേറ്റഡ്. കണ്ടോ, ഒരേ നേച്ചറുള്ള, ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അതിനെ സമ്മറൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഓൾ ദ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് ആണ്, ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ട്സിനെ 3 തരംതിരിക്കാം. ഇവിടെ നമുക്ക് മെയിൻ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പേഴ്സണലും ഇംപേഴ്സണൽ അക്കൗണ്ട്സും. അല്ലെങ്കിൽ നമുക്ക് പറയാം പേഴ്സണൽ 3 തരംതിരിച്ചു കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, അതുപോലെ തന്നെ നോമിനൽ അക്കൗണ്ട്. ഈ 3 അക്കൗണ്ടാണ് അക്കൗണ്ട് ക്ലാസിഫിക്കേഷനിൽ. ഇത് ഒന്നും കൂടെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തു എന്നേ ഉള്ളൂ. അതായത് പേഴ്സണൽ അക്കൗണ്ടിനെ മാറ്റി നിർത്തി ഇംപേഴ്സണൽ 2 കൊടുത്തു, പേഴ്സണൽ അല്ലാത്തത് 2 ഉണ്ട്, റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് 3 തരംതിരിച്ച് എഴുതാം. അക്കൗണ്ട്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 എന്ന് പറഞ്ഞു കാണിക്കാം. 1 റിയൽ അക്കൗണ്ട്, 2 പേഴ്സണൽ അക്കൗണ്ട്, 3 നോമിനൽ അക്കൗണ്ട്. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ അടുത്ത സെഷനിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.